Bani baba gama ga sani sa gama pa gama bani baba ni sa sani sa ma ga sani baba ga gama bani sa gama bani sa oh I 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 oh I. The club isn't the best place to find a lover, so the bar is where I go. Me and my friends at the table, shots drinking fast and we talk slow. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരമായ അമിതാഭ് ബച്ചൻ 2020 ജൂലൈ 25 തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ഇങ്ങനെ കുറിച്ചു: ഐ ഡു നോട്ട് നോ ഹൂ ദിസ് ഇസ്, ബട്ട് ഐ ക്യാൻ ജസ്റ്റ് സേ യു ആർ എ വെരി സ്പെഷ്യൽ ടാലൻറ്റ്. ഗോഡ് ബ്ലെസ് യു. കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. യു ഹാവ് ബ്രൈറ്റൻ മൈ ഡേ ഇൻ ദ ഹോസ്പിറ്റൽ ലൈക്ക് നെവർ ബിഫോർ. മിക്സിംഗ് കർണാട്ടിക് ആൻഡ് വെസ്റ്റേൺ പോപ്പ്. അമേസിംഗ്. കോവിഡ് ബാധിതനായി ആശുപത്രിയിലായിരുന്ന അദ്ദേഹത്തിന് തൻ്റെ സുഹൃത്ത് അയച്ചു കൊടുത്ത ഒരു മ്യൂസിക് വീഡിയോയിലെ പെൺകുട്ടിയെക്കുറിച്ചാണ് ട്വിറ്ററിൽ ഇങ്ങനെ പറഞ്ഞത്. ആ ഗായികയുടെ ആലാപനത്തെക്കുറിച്ചും സംഗീത ശൈലിയുമാണ് ആരാധകരുടെ ബിഗ് ബി പരാമർശിച്ചിരിക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അമിതാഭ് ബച്ചനെ അത്ഭുതപ്പെടുത്തിയ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുവാൻ ആരംഭിച്ചു. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കേരളത്തിൽ അതിനും വർഷങ്ങൾക്ക് മുൻപ് സഖാവ് എന്ന കവിത പാടി മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു കയറിയ കണ്ണൂർക്കാരിയായ ആര്യ ദയാലായിരുന്നു ആരാധകരുടെ ബിഗ് ബി പരാമർശിച്ച പെൺകുട്ടി. നന്നേ ചെറുപ്പത്തിൽ കർണാടക സംഗീതം അഭ്യസിക്കുകയും സംഗീതത്തിന്റെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആര്യ ദയാലാണ് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത്. ഒരു ഗായിക, കമ്പോസർ, പെർഫോമർ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ആര്യ തൻ്റെ സംഗീതത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. ആര്യ. താങ്ക് യു അരവിന്ദ്. ആര്യയുടെ കിങ് ഓഫ് മൈ കൈൻഡ് എന്ന ആൽബത്തിൽ പറയുന്നുണ്ട്, ഐ കീപ് എ ഡസൻ സ്റ്റോറീസ് ഇൻ മൈ പോക്കറ്റ്സ് ആൻഡ് ഗിവ് ഇറ്റ് ടു ദ വൺ ഹു നീഡ്സ്. Yes. What is your best story so far? Every day is a story for me. Every day I'm learning new things. I'm getting exposed to new things. So every day is a story. And ഓരോ ഘട്ടങ്ങളും വലിയ അതിന്റെ ഓരോ സ്റ്റോറീസിന്റെ ഒരു മുഴുവൻ കഥകളുടെ ഒരു എന്താ പറയുക, ഫുൾ ബുക്ക് പോലെയാണ്. സോ പുതിയ ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അത് ഒരു സ്റ്റോറി ആയിട്ട് മാറുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ചില നിമിഷങ്ങൾ ഇപ്പൊ ആലോചിക്കും, ഇപ്പം ആദ്യം സഖാവ് എന്ന് പറയുന്ന ഒരു കവിത ചൊല്ലി വന്നു. ആ സമയത്ത് ഒരു മീഡിയയുടെ ഒരു അറ്റൻഷൻ ആണല്ലോ, നമുക്ക് എപ്പോഴും ഫെയിമിലേക്ക് പോവുക, അല്ലെ 10 പേര് നമ്മളെ തിരിച്ചറിയുക. അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ അമിതാഭ് ബച്ചന്റെ ഒരു ട്വീറ്റ്, ഒരു ദിവസം ഒരു ട്വീറ്റ് വരുന്നു, അതിൽ ആര്യയെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച ഒരു നാഷണൽ ഫെയിം ആവുക, അപ്പൊ ഇതൊക്കെ ഒരു സാധാരണ ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവർനൈറ്റ് സക്സസ് ആണെന്ന് തോന്നിയേക്കാം, അല്ലെ? പക്ഷെ അതുവരെ ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നത് വരെ ആര്യ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ വരെ എത്തുന്നവരെയുള്ള ആര്യയുടെ പരിശ്രമങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ആര്യ ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അപ്പോഴും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വേറൊരാളെ തൃപ്തിപ്പെടുത്താനോ എനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനോ ശ്രമിക്കാറില്ല. അതിന് അറ്റംപ്റ്റ് പോലും ചെയ്യാറേ ഇല്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല, എല്ലാ ദിവസവും ഒരു ലേണിംഗ് പ്രോസസ്സ് നടത്തുന്നുണ്ട്. അതിപ്പം പാട്ടിന്റെ കേസ് ആയാലും സ്റ്റഡീസിന്റെ കേസ് ആയാലും. അതിപ്പം സഖാവിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവാം. ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പാട്ടുകളും പഠിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ ആൽഗോറിതത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആൾക്കാർ എന്ത് ചെയ്യുന്നു, എങ്ങനെ പെർഫോം ചെയ്യുന്നു, ക്രിയേറ്റിവിറ്റിനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു ഉള്ളതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ കണ്ടിന്യൂസ് പ്രോസസ്, ലൈക്ക് യു ഗ്യാദർ ദ ഇൻഫർമേഷൻ ദാറ്റ് യു ഗെറ്റ് ലൈക്ക് എവറി ഡേ. സോ ദാറ്റ് വാസ് ഗോയിങ് ഓൺ. ഓക്കെ. ആര്യയെ കുറിച്ച് ഓർക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ ആര്യയുടെ ചിത്രത്തോടൊപ്പം തന്നെ ഓടിയെത്തുന്നത് യുക്ലേലെ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കൂടിയാണ്, അല്ലേ? അതെ.
അത് പിന്നീട് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നു. പിന്നീട് അതൊക്കെ ആളുകൾ ഓൺലൈനായിട്ട് വാങ്ങിച്ച് അതിന്റെ സെഷൻസ് ഒക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ യൂക്ലേലേക്ക് എങ്ങനെയാണ് ആര്യ എത്തിയത്? ഞാൻ പല ഇൻസ്ട്രുമെന്റ്സും ട്രൈ ചെയ്തു. ഗിറ്റാർ ട്രൈ ചെയ്തു, നടന്നില്ല. എല്ലാം ഒരു മാസത്തെ ഒരു കാര്യമായിട്ട് ട്രൈ ചെയ്തതാണ്. പക്ഷെ ശരിയാവുന്നില്ല. എനിക്ക് അതിന്റെ കൂടെ പാടാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. പിന്നെ അന്നേരം അതൊക്കെ അപ്പാടെ തന്നെ ഡ്രോപ്പാ, വേണ്ട, പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ ഡ്രോപ്പ്. പല വിധത്തില് ഇൻസ്പയർഡ് ആയതായിരിക്കും. ചിലപ്പോ നമ്മുടെ മറ്റേ നെഞ്ചുക്കുൾ പെയ്തിടും മാമഴ എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടാണ് മിക്ക യൂത്തുകളും ഗിറ്റാറിനെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ആ ഒരു സമയത്ത്. അപ്പൊ ആ സമയം മുതലേ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് പാടുമ്പോൾ പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാണ്, ആൾക്കാർക്ക് അത് ആസ്വദിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. എനിക്ക് പാടുമ്പോഴും കുറച്ചുകൂടെ അതിന്റെ ഒരു മ്യൂസിക്കാലിറ്റി കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് പാടണം എന്നുള്ള ഒരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. ഗിറ്റാറാണ് ട്രൈ ചെയ്തത്. കീബോർഡ് പിന്നെ എനിക്ക് വേണ്ട എന്നുള്ളൊരു ഇതായിരുന്നു. ബിക്കോസ് ഐ വാണ്ടഡ് ടു സിംഗ് ലൈക്ക് കൈൻഡ് ഓഫ് ലൈക്ക് ടൈലർ സ്വിഫ്റ്റ്, അങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. ശേഷം ലോക്ക്ഡൌൺ വന്നതിന് ശേഷം ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ട്രൈ ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്നപ്പോഴാണ് യൂക്ലേലേക്ക് എത്തിയത്. അത് ഇനീഷ്യൽ ഐഡിയ വാസ് ടു ട്രൈ മാൻഡലിൻ. യുൾ ശ്രീനിവാസ് സാറ് വായിക്കുന്നത് കേൾക്കാം, ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സിന്ധു ഭൈരവി തില്ലാന വായിച്ചു വെച്ചിട്ടുണ്ട്. അത് കേട്ടിട്ട് ട്രൈ ചെയ്താലോ എങ്ങനെ ഉണ്ടാവും നോക്കി, കുറച്ചൊന്ന് യൂട്യൂബ് വെച്ച് നോക്കിയപ്പോ അത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി. കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് അതും സെർച്ച് ചെയ്യാലോ. ഈസിയസ്റ്റ് ഇൻസ്ട്രുമെന്റ് ടു പ്ലേ എവർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ദ ആൻസർ വാസ് എ യൂക്ലേലെ. അപ്പം ചെറിയ പൈസയേ ഉള്ളൂ, പെട്ടെന്ന് അവൈലബിൾ ആവും. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരിലാണ്. അപ്പം ഓർഡർ ചെയ്താൽ തന്നെ ഒരു 2 ദിവസം കൊണ്ട് യു വിൽ ഗെറ്റ് വാട്ട് എവർ യു ഹാവ് ഓർഡേർഡ്. അപ്പോ സഡൻലി ഡിസൈഡ് ചെയ്തതാണ് ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് എടുക്കാം, ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. അത് 3000 രൂപ ആണ് അതിന് വിലയായിട്ട് ഉണ്ടായിരുന്നത് ആ സമയത്ത്. ഈ യൂക്ലേലി ഇപ്പം അതിനുശേഷം ആര്യ ഒരുപാട് പെർഫോമൻസ് ചെയ്യുന്നു. ആര്യ ആക്ച്വലി ഈ പറയുന്ന പോലെ നമ്മൾ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ഒരുപാട് മുമ്പോട്ട് പോകുമ്പം ഇപ്പൊ യൂക്ലേലയുടെ കളക്ഷൻ ഉണ്ടോ? ഒരുപാട് യൂക്ലേലെ കയ്യിലുണ്ടോ? ഇല്ല, 2 യൂക്ലേലെ ആണുള്ളത്. ഒന്ന് ആദ്യം ഉണ്ടായിരുന്ന കേഡൻസിന്റെ പൈനാപ്പിൾ യൂക്ലേലെ, വേറെ ഒന്ന് എനിക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് തന്നതാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂക്ലേലെ. സോ രണ്ടും ഞാൻ ഇവിടെ ഉണ്ട്. കുഞ്ഞു യൂക്ലേയാണ്. പക്ഷെ എനിക്ക് വായിക്കാൻ ഇഷ്ടം കേഡൻസ് യൂക്ലേലെയാണ്. ആദ്യം ഉണ്ടായിരുന്ന യൂക്ലേലെ തന്നെയാണ്. പ്രധാന കാരണം അതെനിക്ക് ഒരു ഭയങ്കര ഒരു ആത്മബന്ധം ആണ് അതിനോട്. ഞാൻ താഴേക്ക് വെക്കാൻ താല്പര്യമില്ല, അങ്ങനെയാണ്. ആദ്യം തൊട്ടേ ആ ഇൻസ്ട്രുമെന്റ് താഴെ വെക്കാൻ ഒരു മടിയായിരുന്നു. എടുത്ത് നടക്കാം, കുഞ്ഞാണല്ലോ, എടുത്ത് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ കൂടെ കൊണ്ടുപോവാം. ഇപ്പൊ ബൈക്ക് പോവാണെങ്കിൽ പുറത്ത് നോക്കിയിട്ട് പോവാം, വെയിറ്റ് ഒന്നുമില്ല. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. പിന്നെ അതിന്റെ ടോണ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്റെ ശബ്ദം കൂടെ അതിന്റെ കൂടെ വരുമ്പോഴത്തേക്ക് വേറെ തന്നെ ഒരു രസമാണ്. ഞാൻ തന്നെ എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെ ആര്യ തന്നെ കണ്ടെത്തിയ ചില കോമ്പിനേഷൻസ് അല്ലേ, ഇപ്പം കർണാട്ടിക് ബേസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോങ്സും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു കോമ്പിനേഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ പാട്ടുകളിലേക്ക് എങ്ങനെ, അതിന് ഒരുപാട് പാട്ടുകളെ കുറിച്ച്, ഇപ്പൊ ടൈലർ സ്വിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് പാട്ടുകൾ കേട്ടാൽ മാത്രമല്ലേ നമുക്ക് ഈ ഒരു ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിലെങ്ങനെ ഈ ഒരു ഐഡിയ ഉണ്ടാകുന്നത്? വെറുതെ ഇരിക്കുമ്പോ കേൾക്കുമ്പോ ഈ രാഗവും അല്ലെങ്കിൽ ഈ ഒരു പാട്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആക്കി എടുക്കാം എന്ന് തോന്നുകയാണോ, അത് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നൊരു തോന്നൽ ഉണ്ടാവുന്നതാണോ? എങ്ങനെയും ഉണ്ടാവാം. അത് ഞാനിപ്പോ അതിനു വേണ്ടി ഇരുന്ന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോമ്പിനേഷൻസ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഒന്നാമത് കർണാട്ടിക് മ്യൂസിക്കിലെ സ്വരങ്ങള്, അകാരങ്ങള്, ചില രാഗം പാറ്റേൺസ്, ചില ശൈലികളൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പല തരത്തിലുള്ള പാട്ടുകൾ, പല താളങ്ങളായാലും പല രാഗങ്ങളായാലും ഇതിനെ തുന്നി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, ഒരു രീതിയുണ്ട്. രീതി എന്നല്ല, ഒരു ട്രിക്കാണ് കൈൻഡ് ഓഫ്. അനുപല്ലവിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടുത്ത പാട്ടിലേക്ക് പോകുന്നു, അല്ലെ അനുപല്ലവിയുടെ എൻഡിൽ നിന്ന് അടുത്ത പാട്ടിലേക്ക് പോകണമെന്ന് തോന്നുന്നു. മാറി മാറി ദൂരെയുള്ള നോട്ട്സ് ഒക്കെ ആണെങ്കിൽ നടുക്കൊരു അകാരോ അല്ലെങ്കിൽ ഒരു 2 സ്വരോ വെച്ചിട്ട് അതവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കും. അപ്പൊ അത് ഗ്രാജുവലി കണ്ടെത്തിയതാണ് ഇതിങ്ങനെ ചെയ്യാന്നുള്ളത്. തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സ്മ്യൂൾ ആപ്പില് കരോക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോ അതിന്റെ കരോക്കെ മാത്രം കേൾക്കുമ്പോൾ സിമിലർ ഏതേലും രാഗം ഫിറ്റാവും, സിമിലർ താളത്തിലുള്ള ഏതേലും രാഗം
പർട്ടിക്കുലർ രാഗത്തിൽ ഫിറ്റ് ആവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു രാഗത്തിലുള്ള കൃതി കർണാട്ടിക് മ്യൂസിക് അവിടെ പ്ലേസ് ചെയ്തിട്ട് അതിനെ പല രീതിയിൽ ഇങ്ങനെ മുറിച്ച് പാടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുന്നേ സ്മ്യൂളിലായിരുന്നു. അപ്പൊ അന്ന് ഇൻസ്ട്രുമെന്റ് കയ്യിൽ ഇല്ലാതിരുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. എന്താ പറയാ, എനിക്ക് തോന്നിയ പോലെ മുറിക്കാൻ പറ്റില്ല. ആ കരോക്കേക്ക് അനുസരിച്ചിട്ട് ഞാൻ പാട്ട് ട്രിം ചെയ്യേണ്ടി വന്നിരുന്നു. ഒരു വി ഡോണ്ട് ടോക്ക് എനിമോറും എന്തൊരു മഹാനുഭാവലു എന്ന് പറഞ്ഞ സോങ്ങും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ചാളിപ്പുത്താണ് വി ഡോണ്ട് ടോക്ക് എനിമോർ എന്ന പോർഷൻ പാടിയത്. അപ്പൊ ഐ സാങ് ദ എന്തൊരു മഹാനുഭാവലു പോർഷൻ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പാട്ടിനെ മുറിച്ച് പല സ്വരങ്ങളായാലും ചിട്ടസ്വരങ്ങളായാലും അതിന്റെ അനുപല്ലവിയായാലും മുറിച്ച് അവിടെ വെച്ചിരിക്കുന്നത് കാണാം. അപ്പൊ ഈ ഒരു ശ്രമം ഉണ്ടായിരുന്നു. യൂക്ലേലെ വന്നതിന് ശേഷമാണ് എന്റേതായിട്ടുള്ള രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഒരു പെർഫോമർ എന്ന നിലയ്ക്ക് ആര്യ ജനം സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ആര്യയുടേതായ ആൽബങ്ങളും ഇറങ്ങി. മാത്രമല്ല ചില സോഷ്യൽ ക്യാമ്പയിനുകളുടെ ഭാഗമായി ഇപ്പം തന്നെ നമ്മുടെ വനിതാ ശിശു ക്ഷേമ വകുപ്പിന്റെ ഭാഗമായിട്ട് ഉള്ള ക്യാമ്പയിനുകളുടെ ഭാഗമായി. അപ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ആര്യയ്ക്ക് പലപ്പോഴും ഉണ്ടായ അനുഭവങ്ങളാണോ ഈ ക്യാമ്പയിനുകളുടെ ഭാഗമാകാൻ കാരണം? അതോ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് അങ്ങ് സാധാരണ ഒരു ആർട്ടിസ്റ്റ് പോകുന്നത് പോലെ അങ്ങനെ അങ്ങ് പോകുന്നതാണോ? ഈ ഒരു പെർട്ടിക്കുലർ ക്യാമ്പയിൻ പറയുകയാണെങ്കിൽ പെൺകുട്ടി ആവണം എന്നില്ല അതിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഒരു സോഷ്യൽ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഹൈറാക്കിയുടെ കീഴിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായി മാറുമ്പോൾ തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അതിനൊരു പെണ്ണാവേണ്ട ആവശ്യമില്ല പെണ്ണിന്റെ ഒരു ഇഷ്യൂവിൽ ഇടപെടാൻ എനിക്ക് തോന്നുന്നു. യു ക്യാൻ ഫൈറ്റ് ഫോർ യുവർ സിസ്റ്റേഴ്സ്, ഫോർ യുവർ മദേഴ്സ്, ഫോർ യുവർ വൈഫ് ഓർ ഹൂഎവർ ഇറ്റ് ഈസ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ എന്റെ ഫസ്റ്റ് ആദ്യം ഞാൻ തല്ലുകൂടുന്നത് എന്റെ അമ്മയോടാണ്. കാരണം അമ്മ ഈ ഒരു ചിന്താഗതികൾ ഒരുപാട് ഭയങ്കരമായിട്ട് ഇതിങ്ങനെ ഫോളോ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അമ്മ വീട്ടില്. അച്ഛൻ വായിക്കും, അപ്പൊ അച്ഛൻ ഐഡിയാസ് ഉണ്ട്, പക്ഷെ സ്റ്റിൽ ദ സൊസൈറ്റി ഈസ് കമ്പല്ലിങ് ടു ഡു സച്ച് ആൻഡ് സച്ച് തിങ്സ്. അപ്പം ഐഡിയാസ് ഒക്കെ പുറത്തുനിന്ന് വായിച്ചിട്ടോ അറിഞ്ഞിട്ടോ ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അത് ചെയ്യാൻ വേണ്ടി മുതിരുമ്പോഴത്തേക്ക് എല്ലാ സൈഡിൽ നിന്നും എന്താ തടസ്സങ്ങളാണ്. അപ്പൊ അതെന്റെ ക്രിയേറ്റിവിറ്റിയെ, എന്റെ ഇൻഡിവിജ്വലിസത്തിനെ ബാധിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അത് സ്ത്രീയായിട്ട് സംസാരിക്കാം, ഈ സൊസൈറ്റിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നുണ്ട്. അത് ഇന്നത് കൊണ്ട് എന്നുള്ളതല്ല, അതിലൊരു തെറ്റ് കാണുന്നുണ്ട്. ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ സ്പേസിനെ കട്ട് ചെയ്യുന്നു എന്ന് തോന്നുമ്പോ തന്നെ അതിലേക്ക് ഇടപെടുന്നുണ്ട്. അതൊരു പെണ്ണായതുകൊണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരാണെങ്കിലും ആ നിലപാടുകൾ തന്നെ എടുക്കണം അല്ലേ? തീർച്ചയായും. പിന്നെ എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ ഒരു പിന്നെ എനിക്കൊരു സർട്ടൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഞാൻ എങ്ങനെ വേണം എന്നുള്ളത്. അപ്പൊ അതിനെ മുറിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഹേർട്ട് ആവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറും കൂടെയാണ്. അപ്പൊ അതിനുവേണ്ടി സംസാരിച്ചോണ്ടിരിക്കും. ഈ നമുക്ക് മുമ്പേ ഒരുപാട് ആൾക്കാർ ഇപ്പൊ കർണാടക സംഗീതത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യുണൈറ്റഡ് നേഷൻസിലെ MS സുബ്ബലക്ഷ്മി പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. മൈത്രിയും ഭജത എന്ന് പറഞ്ഞ പാട്ട് അതിനായിട്ടൊരു അതിന്റെ ഒരു മെയിൻ ആണ്. അതെ. ഇപ്പൊ ഇന്റർനാഷണൽ മ്യൂസിക്കിലേക്ക് പോകുമ്പം ഈ കർണാടക സംഗീതം, കർണാട്ടിക് മ്യൂസിക് പഠിച്ചൊരു ആളെന്നുള്ള രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ആർക്ക് തോന്നുന്നത് എന്തൊക്കെയാണ്? എങ്ങനെയാ ചോദിക്കുന്നത്? പെർഫോമൻസിന്റെ കേസിലാണോ? അല്ല, മ്യൂസിക്കിന്റെ ഒരു യാത്രയിൽ കർണാടക സംഗീതം പഠിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ആസ് എ സിംഗർ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാക്കി ഏത് ശാഖയ്ക്കും ഉള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെ ഞാനും കാണുന്നുള്ളൂ. നല്ല വോക്കൽ എക്സസൈസ് നല്ല രീതിയിൽ അതിനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു വോക്കൽ എക്സസൈസ് ചെയ്യാം, എന്ത് പാട്ട് വേണമെങ്കിലും പാടാം. അങ്ങനത്തേതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ക്വസ്റ്റ്യൻ അത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ അത് തന്നെയാണ് ചോദിച്ചത്. ഇപ്പൊ നമുക്ക് മുമ്പേ പോയ ആൾക്കാരൊക്കെ ആ കർണാടക സംഗീതത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി. അപ്പം അതിന്റെ ഒരു ഓഡിയൻസ് ഒരു ഭയങ്കര ഡിഫറെന്റ് ആണ്. കർണാട്ടിക് മ്യൂസിക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി പറയുകയാണെങ്കിൽ ഒരു ഹിന്ദു ഹൈ കാസ്റ്റ് വരുന്ന ആൾക്കാരാണ് കൂടുതലും അതിന്റെ ഓഡിയൻസ് ആയിട്ട് വരുന്നത്.
അപ്പൊ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം അതിനുണ്ട്. ഒരിക്കലും ഒരു മേജർ ഫെസ്റ്റിവൽസിൽ നിങ്ങൾക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റുമെങ്കിലും ഒരിക്കലും ഒരു വെസ്റ്റേൺ മ്യൂസിക് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റൈലിലേക്കോ ഒരു രീതിയിലേക്കോ അതിന് എത്താൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണെന്ന് വിശ്വസിക്കുന്നു. മേ ബി ടി എം കൃഷ്ണ പോലുള്ള ആളുകൾ കൂടുതൽ അത് ജനകീയമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം അത് വീടിന്റെ ഉള്ളുകളിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു 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 ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ പറഞ്ഞ അതൊരു ഒരു ഒരു റിലിജൻ പോലെയാണ് കർണാട്ടിക് മ്യൂസിക്. അല്ലെങ്കിൽ ആ ഒരു റിലിജനുമായി ബന്ധപ്പെട്ടിട്ട് വളരെ അടുത്ത് ഇടപഴകി നിൽക്കുന്ന ഒരു ബ്രാഞ്ചാണ്. അപ്പം അതിനെ എപ്പോഴും ഭക്തിയും ഭയഭക്തി ബഹുമാനം ഈ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 കൺസെപ്റ്റുകളോട് ചേർത്ത് വെച്ചിട്ട് മാത്രമേ കർണാട്ടിക് മ്യൂസിക്കിനെ കൊണ്ട് നടന്നിട്ടുള്ളൂ അതിന്റെ ക്രൗഡ് എന്ന് പറയുന്നത്. അപ്പോ ഒരു അകം ബാൻഡ് പോലത്തെ ഒരു ബാൻഡ് നിന്നിട്ട് പെർഫോം ചെയ്യുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാള് പട്ട് പാവാട ഇടാതെ അല്ലെങ്കിൽ ഒരു സാരി ഉടുക്കാതെയാണ് അത് പാടുന്നതെങ്കിൽ സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു വളരെ ഒരു കുറച്ചുകൂടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇതും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു കർണാട്ടിക് മ്യൂസിക്കിന്. അപ്പം ഞാൻ എപ്പോഴും പാട്ടിനെ എത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്നോ അത്രയും എൻജോയബിൾ ആക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻജോയബിൾ ഇൻ ദ സെൻസ് എന്റെ ആക്ഷൻസിനെയോ എന്റെ ബോഡി ലാംഗ്വേജിനെയോ എന്റെ തോട്ട്സിനെയോ റെസ്ട്രിക്ട് ചെയ്യാതെ പാടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഈ ഒരു കേസിൽ വരുന്നുണ്ട്. അതിനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓവർകം ചെയ്തു വരിക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പഠിച്ചത് കർണാട്ടിക് മ്യൂസിക് ആയതുകൊണ്ട് ഈ ചെയ്യുന്ന പാട്ടുകളിലും അതിന്റെ ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവും. അതിപ്പം ഞാനൊരു വെസ്റ്റേൺ സോങ് എഴുതിയാലും അത് ആ പഠിച്ച ആ ഒരു ശീലം കൊണ്ട് ഒരു സെറ്റ് ഓഫ് നോട്ട്സിലൂടെ മാത്രമേ എനിക്ക് അതിനെ കമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് അത്രയും ശ്രമം എടുത്തിട്ട് വേണം അതിനെ അത് ആ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ബുദ്ധിമുട്ടും കൂടെ പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. അത് തന്നെയാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. അതുപോലെയാണ് ഈ കർണാടക സംഗീതത്തിൽ ഒരു ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ മ്യൂസിക്കിലേക്ക് പോകുമ്പോൾ ആര്യക്ക് ചില ലിമിറ്റേഷൻസ് തോന്നിയിട്ടുണ്ടോ? ലിമിറ്റേഷൻസ് അതിനെ 2 രീതിയിൽ നമുക്ക് കാണാമല്ലോ. അതിനെ ലിമിറ്റേഷൻസ് ആയിട്ട് കാണുമ്പോൾ അത് ലിമിറ്റേഷൻ ആയിട്ട് തോന്നും. അതിപ്പോ അറിയാത്ത ഒരാളാണെങ്കിൽ ഞാനിപ്പോ പന്തുവരാളി രാഗത്തിലാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ അനൗൺസ് ചെയ്യുന്നത് വരെ അയാൾക്ക് അറിയില്ല അത് പന്തുവരാളി രാഗത്തിലാണ്. അൺടിൽ ഓർ അൺലെസ് ഹി ഈസ് എ ഗുഡ് കർണാട്ടിക് മ്യൂസിഷ്യൻ, somebody who can recognize a particular raga or a tal. എനിക്ക് അറിയില്ല എത്ര പേര് ആ ഒരു രീതിയിൽ ജഡ്ജ് ചെയ്യും ഒരു പാട്ടിനെ എന്നുള്ളത്. പക്ഷെ അതിന്റെ ഉള്ളില് ഇറ്റ്സ് നോട്ട് മൃദംഗിസ്റ്റ് ആൻഡ് എ വയലിനിസ്റ്റ് ദാറ്റ് are accompanying you when you are writing a lyric in English and doing a song. അപ്പൊ അവിടെ പ്രൊഡക്ഷൻ വരെയാണ്, മിക്സിംഗ് വരെയാണ്, മാസ്റ്ററിങ് വരെയാണ്, വേറെ പല മ്യൂസിഷ്യൻസ് വരെയാണ്, ഗിറ്റാറിസ്റ്റ് വരെയാണ്, അല്ലെങ്കിൽ ഒരു കീബോർഡ് ആർട്ടിസ്റ്റ് വരെയാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ അതിനുണ്ടാവും. ഈവൻ ദോ അതിന്റെ ബേസ് ഒരു കർണാട്ടിക് സൈസ്ഡ് ആയിട്ടുള്ള ഒരു എനിക്ക് പറയാൻ പറ്റുന്ന രീതി ഒരു കർണാട്ടിക് ഒരു സ്കെലിട്ടൺ അതിനുണ്ടെങ്കിലും പുറത്തേക്ക് കാണുമ്പോഴത്തേക്ക് ആ ഒരു ടിന്റ് പോയിട്ടുണ്ടാവും എന്തായാലും. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് കമ്പോസ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളാണ്. കമ്പോസ് ചെയ്യുമ്പോൾ ഈ ഒരു നോട്ട് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പിന്നെ ഹിന്ദോളത്തിലാണ് ഞാൻ ചെയ്യുന്നത്, പഞ്ചമം യൂസ് ചെയ്താൽ അത് പോവും എന്നുള്ള ആ ഒരു തോട്ടിനെ ഞാൻ എങ്ങനെ മറികടക്കും എന്നുള്ളത് മാത്രമേ അവിടെ ഒരു ഇഷ്യൂ ഉള്ളൂ. ഈ മുമ്പേ പട്ടുപാവാടയും സാരി ഉടുത്ത് പാടിയാലേ കർണാടക സംഗീതം ശരിയാവുള്ളൂ എന്ന് ആര്യ തന്നെ പറഞ്ഞുകൊണ്ട് ചോദിക്കും. ഇപ്പൊ ഈ സംഗീതത്തിലെ പാരമ്പര്യവാദികളുണ്ടല്ലോ, അതായത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിൽ മാത്രമേ പാടാവൂ അല്ലെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്യാവൂന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഈ ആര്യയെ പോലെ അല്ലെങ്കിൽ ആര്യയുടെ പാതയിലൂടെ പോകുന്ന ഒരുപാട് സംഗീതജ്ഞരോട് മ്യൂസിഷ്യൻസിനോട് ഈ അല്ലെങ്കിൽ നിങ്ങളുടെ സംഗീതത്തോട് ഇവർക്കൊക്കെ എതിർപ്പുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു വിമർശനത്തെ കുറിച്ച് ആര്യക്ക് എന്താണ് പറയാനുള്ളത്? അവർക്ക് ഇഷ്ടമുള്ളത് അവർ കേട്ടോളൂ. എന്തിനാണ് വേറൊരാള് പാടരുത് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ഇഷ്ടമില്ലെങ്കിൽ കേൾക്കണ്ട, ആരും പിടിച്ചിരുത്തി കേൾപ്പിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഒരു യൂട്യൂബിൽ റെക്കമെൻഡേഷൻ വരികയാണെങ്കിൽ കേൾക്കുന്നില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കേൾക്കണ്ട, അങ്ങനെയാണ്. അത് സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ. വൈ ആർ യു ഫൈറ്റിംഗ് ഫോർ ഇറ്റ്? നിങ്ങളുടെ എന്തോ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള തോന്നൽ കൊണ്ടാണോ അങ്ങനെ സംസാരിക്കുക? ഇപ്പം കർണാട്ടിക് മ്യൂസിക് തന്നെ ഇപ്പൊ വയലിൻ പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ്, അതൊരു വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ് ആണ്. അത് പിന്നീട് ഈ ഒരു സീനിലേക്ക് വന്നതാണ്.
അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര ബേസ്ലെസ് ആയിട്ട് തോന്നും. കാരണം പാട്ടും സംഗീത ശാഖകളും സ്റ്റൈലുകളും ഒക്കെ കാലത്തിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതിനെ വയലിൻ വന്നതിനെ അന്നത്തെ ആൾക്കാർ എതിർത്തിട്ടുണ്ടാവാം. അപ്പൊ ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് എന്താ വയലിൻ സ്യൂട്ട് ആവണില്ലേ എന്ന് തോന്നുകയും ചെയ്യാം. മേ ബി ഒരു കുറച്ച് വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇതും എന്തുകൊണ്ട് അന്നത്തെ ആൾക്കാരെ എതിർത്തു എന്നുള്ള ചോദ്യം നമുക്ക് പിന്നീട് ഫീൽ ചെയ്തു എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയാ, അവനവന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് അതാണ് വിശ്വാസം എങ്കിൽ ചെയ്തോളൂ. എന്തിന് വേറൊരാളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ തടയുന്നു, അല്ലെങ്കിൽ വേറൊരാളുടെ സ്പേസിൽ വന്നിട്ട് അത് ഒരു ഹിൻഡ്രൻസ് ഉണ്ടാക്കുന്നു ഉള്ളതാണ്. അത് അവര് തന്നെ ആൻസർ ചെയ്യേണ്ടതാണ്. ഈ വേദികളിലൊക്കെ പാടുമ്പോ ഇപ്പൊ ഒരു പെർഫോം എന്നുള്ള രീതിയിൽ അവരുടെ പ്രതികരണം നമുക്ക് ആ ഒരു സമയത്ത് തന്നെ അറിയാം. ഒരു പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ അല്ലെ പാടി കഴിയുമ്പം ഓഡിയൻസിന്റെ റെസ്പോൺസ് അവിടുന്ന് തന്നെ കിട്ടും. പക്ഷെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്ക് പ്രതികരണം പല പ്ലാറ്റ്ഫോമുകളിൽ പല സമയത്തായിട്ട് കമന്റുകളായിട്ട് കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നല്ല കമന്റ്സ് ഉണ്ടാവും, ആര്യ ചെയ്തത് നന്നായി, ആര്യ പാടിയത്. പക്ഷെ ഇതിന് വേറൊരു വശമുണ്ട്, വിമർശന സ്വഭാവമുള്ള കമന്റുകൾ ഉണ്ടാവാറ്. ഇതൊക്കെ എങ്ങനെ ഒരു മ്യൂസീഷ്യൻ ഇതൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റുക? അങ്ങനെയുള്ള ഈ ഏതെങ്കിലും ഒരു അഭിപ്രായം, ഇപ്പം വിമർശന സ്വഭാവമുള്ള ഒരു അഭിപ്രായം ആരെയെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് നേരിട്ടും അല്ലാതെയും ഒരുപാട് മ്യൂസീഷ്യൻസിനോട് ഞാൻ സംസാരിക്കാറുണ്ട്. അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഞാനത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാറുണ്ട്. ശരിയാവുന്നില്ല എന്ന് കണ്ടാൽ കുഴപ്പമില്ല, ആ രീതിയിൽ നോക്കാം, അല്ലെങ്കിൽ ശരിയായിട്ടില്ലെങ്കിൽ ഇനിയും ട്രൈ ചെയ്യാവുന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ ക്ലബ് ഹൗസ് വന്നപ്പോഴാണ് ആക്ച്വലി ഇപ്പം ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഒരു ഗുണം മനസ്സിലാവുന്നത്. ആൾക്കാർക്ക് നമ്മുടെ ക്യാരക്ടർ അറിയില്ല. They don't know what we are doing. They don't know if we had breakfast or they even don't know if we slept yesterday night. അപ്പൊ എന്ന് പറയുമ്പോഴ് ആ ഒരു കാര്യം അവർ അറിയുമ്പോഴത്തേക്ക്, അവൾ ഉറങ്ങാതിരുന്നിട്ടാണ് ഈ പാട്ട് ചെയ്തത് എന്ന് അറിയുമ്പോഴത്തേക്ക് അതിനോടൊരു ഇമോഷണൽ കണ്ടന്റും കൂടെ, എന്താ ഒരു ഇമോഷണൽ ഇതും കൂടെ അതിന്റെ കൂടെ വരാൻ തുടങ്ങും. അപ്പൊ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറുന്നത് നോക്കാം. അതുപോലെ ഒരു ആസ്വദിക്കുന്നത്, മേ ബി ബോസിന്റെ അടുത്ത് നിന്ന് ചീത്ത കിട്ടിയിട്ട് വന്നിട്ടായിരിക്കും എന്റെ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ വരും. അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഈ ഫേക്ക് അക്കൗണ്ടുകളിലൂടെ വരുന്ന തെറിവിളി, അത് ആർട്ടിനെ അല്ല പറയണത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഒരുപാട് ചീത്തവിളികളാണ്. എന്താ പറയാ, ഒരു ആൻഡ്രോസെൻട്രിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയതുകൊണ്ട് ഒരു പെട്രിയാർക്കിൽ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പം ഒരു പാട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അടുത്ത പാട്ടിടുമ്പം എടി നന്നായിട്ട് പാടി, ഇങ്ങനെ പാടിയാൽ ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക. ആ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് തന്നെ ആ ഒരു രീതിയിലാണ് വരുന്നത്. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. മിക്കതും ഇഗ്നോർ ചെയ്യും. പിന്നെ അത്രയധികം സോഷ്യൽ മീഡിയ അറ്റാക്സ് വരുമ്പോ, പാടിയെ കൊല്ലുതേ പോലത്തെ സെഷൻസ് ചെയ്തതിന് ശേഷം അത്രയധികം അറ്റാക്സ് വരുമ്പോ ഉറപ്പായിട്ടും ഹേർട്ട് ആയിട്ടില്ല എന്ന് ഞാൻ പറയില്ല. എന്തായാലും പബ്ലിക്കിന് കാണിച്ചില്ലെങ്കിൽ നന്നായിട്ട് ഹേർട്ട് ആയിട്ടുണ്ട്. അത് ഞാൻ തന്നെ ഇരുന്ന് ടൈം എടുത്ത് എന്തിനാണ് എന്നെ ഇങ്ങനെ പറയുന്നത്, അതിലെന്താ നല്ലതുള്ളത്, ആ പാട്ട് ഞാൻ തന്നെ എടുത്ത് ഡിസെക്ട് ചെയ്ത് നോക്കി കമന്റ്സിൽ മോശം പറഞ്ഞവരോട് ഞാൻ തിരിച്ചങ്ങോട്ട് റിപ്ലൈ ചെയ്യുന്നുണ്ട്. എന്ത് ഭാഗമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് ചൂണ്ടിക്കാണിച്ച് തന്നാൽ ഐ ക്യാൻ കറക്റ്റ് ഇറ്റ് എന്നുള്ളതാണ്. അതും പറയുന്നുണ്ട്. അപ്പൊ ദേ ഡോണ്ട് ഹാവ് എ റെസ്പോൺസ്. എസ്പെഷ്യലി ഇതുപോലെ വളരെ ബോഡി ഷെയ്മിങ് കമന്റ്സും അങ്ങനത്തെ ഒരുപാട് കമന്റ്സ് വരുന്ന സമയത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു മോബ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പിന്തുടർന്നുകൊണ്ട് വരുന്ന ആൾക്കാർ മാത്രമാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല എന്നും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട്. ബേസിക്കലി ഇഗ്നോർ. ഈ ജാമിംഗ് സെഷന്റെ കാര്യം ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മളിപ്പോ നമ്മൾ ചെയ്യുന്ന ചില പരീക്ഷണങ്ങൾ, ഇപ്പം ഈ ഹാരിസ് ജയരാജിന്റെ പാട്ടെടുത്ത് ചെയ്തു, അത് ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പോലെ ആര്യക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും അറ്റാക്കും കിട്ടിയ
ഒരു എക്സ്പെരിമെന്റ് അല്ലേ? അപ്പം ഈ നമ്മള് സിംഗേഴ്സ് ആക്ച്വലി ഇങ്ങനത്തെ പരീക്ഷണങ്ങൾക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് അപ്രോച്ച് ഒരു തടസ്സമായിട്ട് തീരുമെന്ന് ആരും വിശ്വസിക്കുന്നുണ്ടോ? അവിടെയാണ് നമുക്ക് മുന്നിലെ നടക്കുന്ന ആൾക്കാരുടെ സഹായം വേണ്ടത്. ഫോർ എക്സാമ്പിൾ ഹരീഷ് ഏട്ടനെ പോലത്തെ ആൾക്കാര് അവിടെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗോവിന്ദ് വസന്തയെ പോലെ ഒരു മ്യൂസിഷ്യൻ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ അത്രയധികം ധൈര്യവും കോൺഫിഡൻസും ഉണ്ടാവും. ഞാനിപ്പം ഒരു മ്യൂസിഷ്യനായിട്ട് ഞാൻ തന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ്. കാരണം എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഈ ഒരു ഫീൽഡിലോട്ടേക്ക് എത്തും, ഗിഗ്സ് ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചതേ അല്ല. അപ്പൊ കൂടിപ്പോയ ഒരു 4-5 മാസേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 6 മാസേ ആയിട്ടുള്ളൂ ഞാൻ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് എക്സ്പെരിമെന്റ് ചെയ്യാനും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എടുക്കണം എന്നും പഠിക്കുന്നത് ഇതുപോലെ തിരിച്ച് സംസാരിക്കുന്ന മ്യൂസിഷ്യൻസിന്റെ അടുത്തു നിന്നാണ്. അവരോട് പേഴ്സണലായിട്ടും ഓൺലൈൻ മീഡിയാസ് വഴിയും സംസാരിക്കുമ്പോൾ അവരും ഇതിലേക്കൂടെ കടന്നു പോയതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് എനിക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല എന്ന് റിയലൈസ് ചെയ്യാണ്. എല്ലാവരും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഐദർ യു ഷുഡ് ട്രിം ഓർ ഗ്രൂം യുവർ സെൽഫ് ടു ഫിറ്റ് ഇൻ ദാറ്റ് ഹോൾ ദാറ്റ് ദ സൊസൈറ്റി ഈസ് ആസ്കിങ് യു ടു. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ഇല്ലാതാവും. വീണ്ടും ഒരു ചിത്ര ചേച്ചിയോ, വീണ്ടും ഒരു സുജാതയോ, വീണ്ടും ഒരു സുബ്ബലക്ഷ്മിയോ ആയിട്ട് മാറും. എനിക്ക് അതിന് താല്പര്യം ഇല്ല എന്നുള്ളത് ആ ഒരു സ്റ്റേജിൽ എടുക്കുന്ന ഡിസിഷനാണ്. എനിക്കത് വേണ്ട, ഐ എം ഗോണ കണ്ടിന്യൂ ഡൂയിങ് ദിസ് എന്നുള്ളത് ആ ഒരു സമയത്ത് എടുക്കുന്ന ഡിസിഷനാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ മുന്നേ ഇത് അനുഭവിച്ച, അല്ലെങ്കിൽ എന്റെ മുന്നേ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള മ്യൂസിഷ്യൻസിന്റെ അഭിപ്രായങ്ങളും അവർ തരുന്ന കോൺഫിഡൻസും തന്നെയാണ് വലിയൊരു ഫാക്ടർ ആവുന്നത്. സെയിം ഐ തിങ്ക് എനിക്ക് ശേഷം വരുന്ന മ്യൂസിഷ്യൻസ് ഉണ്ടെങ്കിൽ അവര് എന്നെ കണ്ടിട്ടും ഇങ്ങനെയാണ് ഇതിനൊരു റിപ്ലൈ കൊടുത്തത് എന്നുള്ള രീതിയിൽ അവരത് കാണണം എന്നുള്ളതും എന്റെ വലിയൊരു ആഗ്രഹമാണ്. നമ്മളെ കണ്ടിട്ടല്ലേ കുഞ്ഞു പിള്ളേരൊക്കെ പഠിക്കണേ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന ഒരു 50 വർഷം മുമ്പ് അല്ലെ 60 വർഷം മുമ്പ് ഇപ്പൊ ചെമ്പയുടെ കൂടെയൊക്കെ യേശുദാസ് പെർഫോം ചെയ്യുന്ന സമയത്ത് ചെമ്പയുടെ ആലാപന രീതി വ്യത്യസ്തമാണ്, ദാസേട്ടൻ്റെ ആലാപന രീതി വ്യത്യസ്തമാണ്. ശാസ്ത്രീയ സംഗീതത്തെ ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് കേൾക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയ ഒരു കോൺട്രിബ്യൂഷനാണ് ദാസേട്ടൻ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ നമുക്ക് സിനിമാ സംഗീതത്തെ കൂടെ ചേർത്ത് നിർത്തുമ്പോഴാണ് ഈ ദാസേട്ടൻ്റെ ഒരു അക്സെപ്റ്റൻസിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു കാലത്ത് ദാസേട്ടനും ഇതേപോലെയുള്ള അറ്റാക്കുകളും അല്ലെങ്കിൽ അന്നത്തെ പാരമ്പര്യവാദികളുടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്. നിങ്ങളെ പോലെയുള്ള പുതിയ ആൾക്കാർ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ മൗനം അത് എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? അവരെനിക്ക് വേണ്ടി ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. അത് അവരുടെ ഇഷ്ടമല്ലേ, ആൻഡ് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ അവരിപ്പം. പിന്നെ നമ്മളോട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്നോട് വിളിച്ചിട്ട് സംസാരിച്ചവർ ഒരുപാട് പേരുണ്ട്. അതിനുള്ള ധൈര്യം ചിലപ്പോ അവർക്ക് ഇല്ലാത്തത് കൊണ്ടാവാം. അതിനവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവര് ജനിച്ച് വളർന്ന അറ്റ്മോസ്ഫിയർ വേറെ ആയിരിക്കാം. അപ്പോ പലരും, മിക്ക മ്യൂസീഷ്യൻസും എന്നെ നേരിട്ട് വിളിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ദീപക് ദേവ് സാർ എന്നെ നേരിട്ട് വിളിച്ചിട്ടാണ് ഓരോ ഇത് കഴിയുമ്പോഴും സംസാരിക്കുന്നത്. അത് ചിലപ്പോ നിങ്ങൾ കാണുന്നില്ല. അതാണ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ എന്നുള്ള ഇല്ലല്ലോ. കുഡ് ബി എനിത്തിങ്, കുഡ് ബി എനിവേ. അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ ഈ മിണ്ടാതിരിക്കുന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കാണാനുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇൻഡിവിജ്വൽസിനെ ആയിട്ട് എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി പുതിയ മ്യൂസിക്, അതായത് ബാൻഡ് മ്യൂസിക്, കപ്പ TV പോലത്തെ ഒരു ഇവരുടെ ഒരു പുതിയൊരു ഒരു പ്രോഗ്രാം വരുമ്പോഴത്തേക്ക് പുതിയ മ്യൂസിഷ്യൻസ് വരുന്നു. മ്യൂസിക്കിനെ സെപ്പറേറ്റ് ഒരു മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി തന്നെ മാറുന്നു. അപ്പം അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഞാനും ഇവിടെ എന്റെ പല എക്സ്പെരിമെന്റ്സും ചെയ്യുന്നത്. മാത്രമല്ല പഴയ പോലത്തെ ഒരു സ്പേസ് അല്ല ഇപ്പൊ. എനിക്ക് എന്റേതായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. മുന്നേ ആണെങ്കിൽ ഞാൻ ഒരു ആകാശവാണി പോയിട്ട് പാടണമെങ്കിൽ അവിടുത്തെ ആൾക്കാരെ പാടി കേൾപ്പിച്ച് അവർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് വേണം ഒരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ അതില്ല. ആർക്കും സംസാരിക്കാം, ആർക്കും പാടാം, എന്ത് വേണമെങ്കിലും പാടാം. അവനവൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്.
ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട എന്റെ മ്യൂസിക് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാന്നല്ലാതെ വേറെ ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ഒരു ടീമിനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിൽ ഒരു തെറ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് നഷ്ടങ്ങളും കുറവായിരിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് ചിലപ്പം അങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പോ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ ആര്യയുടെ സംഗീതം ആര്യ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്തിച്ചു അല്ലെ? ഈ സ്റ്റാർഡം എങ്ങനെയാണ് ആര്യയുടെ സംഗീതത്തെ പോസിറ്റീവായ രീതിയിൽ മാറ്റിയത്? സ്റ്റാർഡം ഒരു ഭയങ്കര ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം എങ്ങനെയാണ് ആര്യ തിരിച്ചറിഞ്ഞത്? എപ്പോഴാണ്? ഞാനത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഇങ്ങനെ ഉണ്ട്. അറിയാത്ത ചിന്തിക്കാത്ത ഒരു ഫീൽഡാണ്. ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ഒരു ഡേറ്റ സയന്റിസ്റ്റോ ഒരു ഡേറ്റ അനലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ബയോ സ്റ്റാറ്റിസ്റ്റീഷ്യനോ ആയിട്ട് പുറത്തേക്ക് പോയിട്ട് പഠിക്കുക അല്ലെങ്കിൽ PhD ചെയ്യുക എന്നായിരുന്നു എന്റെ സ്വന്തം പ്ലാൻ. എനിക്ക് വേണ്ടി വെച്ചിരുന്ന പ്ലാൻ അതാണ്. അതിൽ നിന്നിപ്പോ മാറിയിട്ട് ഇപ്പോ ഒരു 6-7 മാസമായിട്ടില്ല. എനിക്കൊന്നും അതൊരു വളരെ ഷോർട്ട് പീരീഡ് ആണ് ഇതിനൊരു ആൻസർ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഈ ഒരേ സമയം വേദികളിലെ പ്രകടനങ്ങൾക്ക് തയ്യാറെടുക്കണം അല്ലെ? ഈ ഷോസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ആൽബം സോങ്ങുകളും സോഷ്യൽ ക്യാമ്പയിനുകളുടെ ചിത്രീകരണങ്ങള്, അതുപോലെ സോഷ്യൽ മീഡിയയിൽ പ്രകടമായ സാന്നിധ്യം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ആര്യയുടെ ഒരു പ്രസൻസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു വ്യക്തിക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പൊ അതോ ഒരു പെർഫോം എന്നുള്ള രീതിയിലോ അല്ലാതെയോ ആര്യ സഹായിക്കാൻ ഒരു പ്രൊഫഷണൽ ടീം കൂടെ ഉണ്ടോ? പ്രൊഫഷണൽ ടീം ഉണ്ട്, ബാൻഡ് ഉണ്ട്. ബാൻഡായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ കൂടെ 5 കുട്ടികളുണ്ട്. എന്റെ സെയിം ഏജ്, സെയിം പാഷൻ, സെയിം എനർജി ഉള്ള 5 പേരുണ്ട്. പിന്നെ മാനേജ് ചെയ്യാൻ വണ്ടർവാൾ മീഡിയ ഉണ്ട്, ലക്ഷ്മി ചേച്ചി ഉണ്ട്. അവരൊക്കെ തരുന്ന സപ്പോർട്ട് അതിഭീകരമാണ്. എനിക്ക് വീട്ടിൽ നിന്ന് പോലും അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടില്ല. അച്ഛൻ എന്നോട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് കമന്റ്സ് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നോട് അത് റിമൂവ് ചെയ്യണോന്നാണ് ചോദിക്കുന്നത്. അതേസമയം ഇവരാണെങ്കിൽ എന്നോട് അതവിടെ കിടന്നോട്ടെ, ഇറ്റ്സ് യോസ് എന്ന് പറഞ്ഞാൽ നിനക്ക് ശരിയാണെന്ന് തോന്നിയ ഒരു കാര്യം നീ അതവിടെ ചെയ്തതാണ്. അപ്പൊ എന്തിനാ അതിനെ മായ്ച്ചു കളയണം? 2 അപ്രോച്ച് വ്യത്യാസമാണ്. അപ്പോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാകുമ്പോഴും ഭയങ്കര സപ്പോർട്ടാണ്. ആര്യ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രാമി അവാർഡ്സിലേക്ക് എത്താനുള്ള ആഗ്രഹത്തെ കുറിച്ച്. എനിക്കൊന്ന് മലയാളത്തിൽ നിന്ന് അങ്ങനെ ഞാൻ എൻ്റെ ഒരു പരിമിതമായ അറിവിൽ അങ്ങനെ ഗ്രാമി അവാർഡ്സിലേക്ക് എത്തണം എന്ന് ഞാൻ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. അതൊരു ഭയങ്കര ഒരു വലിയൊരു യാത്രയാണ്. അപ്പൊ ഒരുപാട് തയ്യാറെടുപ്പുകൾ അതിനാവശ്യമുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ അതിലേക്കുള്ള പ്രിപ്പറേഷൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട്? ചെയ്യുന്നുണ്ട്. ഒരുപാട് പാട്ടുകൾ എഴുതുന്നുണ്ട്, എന്റേതായിട്ടുള്ള രീതിയിൽ എഴുതുന്നുണ്ട്. അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അതിന്റെ മേലെ വർക്ക് ചെയ്യുന്നുണ്ട്, റീവർക്സ് ചെയ്യുന്നുണ്ട്. പണ്ട് എഴുതിയ പാട്ടുകൾ ഒരു 6 മാസം കേൾക്കാതെ വെച്ചിട്ട് തിരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് കേട്ട് അതിനെ മാറ്റി പണിയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാല് പോസിബിലിറ്റീസ് കൂടുതലായതുകൊണ്ട് ആ ഒരു എയിമിലേക്കുള്ള ഒരു എന്താ പറയാ, അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരു ഇൻറ്റ്യൂഷൻ മേ ബി അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നിമിഷവും. പോസിബിൾ ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കിപ്പോ 40 വയസ്സായാലും 50 വയസ്സായാലും അത് കിട്ടിയിട്ടേ ഞാൻ അത് അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് വരുള്ളൂ എന്നുള്ള തോട്ട് തന്നെയാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം മിക്ക സോഷ്യൽ മീഡിയ ബാക്ക്ലാഷ് വരുമ്പോഴത്തേക്കും ഇതല്ല എന്റെ എയിം, വേറെയാണ്. ഐ നോട്ട് ഗോണ ഡു കവർ സോങ്സ്, ഐ ഗോണ ഡു ഒറിജിനൽസ് എന്നുള്ള ഒരു തോട്ട് ഉള്ളത് കൊണ്ടാണ്. പിന്നെ എക്സ്പെരിമെന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട്. എക്സ്പെരിമെന്റ്സ് ആർ ദ വൺസ് ദാറ്റ് ഹെൽപ്പ് മീ ടു കമ്പോസ് ന്യൂ സോങ്സ്. അതുകൊണ്ടാണ് അതിനോട് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അതെന്റെ കമ്പോസിഷൻ ആണ്, എന്റെ ക്രിയേറ്റിവിറ്റി ആണ്. ഇതേ സാധനം ലിറിക്ക് മാറ്റി വേറെ ഇട്ട് കഴിഞ്ഞാൽ അവര് എന്നെ കൈയടിക്കും എന്നുള്ളൊരു തോട്ടൊക്കെ എന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ അതിനേക്കുള്ള പ്രിപ്പറേഷൻ ഇതൊക്കെ തന്നെയാണ്. യെസ്, ഉറപ്പായിട്ടും. അപ്പോ എനിക്ക് ഇത്രേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. ആസ്വാദകർക്ക് ആര്യയുടെ സംഗീതത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷെ ആര്യയുടേതായ വഴികളിലൂടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സംഗീതത്തിന്റെ വഴിയിലൂടെ ഒരുപാട് മുന്നേറാനിടയാവട്ടെ. ആര്യയ്ക്ക് എല്ലാ ആശംസകളും.
Thank you for being a part of Podcast by Arvind Chandrasekhar. Thank you very much, Arya Dayal. Thank you so much for the wonderful questions. Thank you, Arvind. Thank you. ഗായികയായ ആര്യ ദയാലാണ് നമ്മോട് സംസാരിച്ചത്. ആര്യയുടെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ഉണ്ടാകാം. പ്രോത്സാഹനങ്ങളെയും വിമർശനങ്ങളെയും ഒരുപോലെ സ്വീകരിക്കുന്ന ആര്യ ദയാൽ അവരുടെ ലക്ഷ്യങ്ങളുമായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുകയാണ്. ഈ പോഡ്കാസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പോഡ്കാസ്റ്റ് ബൈ അർവിന്ദ് ചന്ദ്രശേഖർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ അറിയിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വോയിസ് മെസ്സേജായും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാവുന്നതാണ്. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.